look at that. Wow. Oh, that's beautiful. എന്തുവാ ഇതൊക്കെ മീൻ കണ്ടില്ലെന്ന് പറയല്ലോ. അടി മൊത്തം മീനാണ്. അങ്ങോട്ട് പോരാ. ഫിഷ്. ഓ പണ്ടാരെ എന്തുമാത്രം ബീച്ച് ഫിഷാ. ഓ ബീച്ച് ഫിഷ് വന്ന് മറിയുക. അതിന് മണ്ടക്കോട്ട് വന്ന് കിളികളൊക്കെ ഇരിക്കുന്നു. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഈ സുപ്രഭാതത്തിൽ നല്ല തെളിഞ്ഞ ആകാശത്തിൽ നമ്മൾ ഒപ്പുവേ എത്തിയിരിക്കുകയാണ്. നമ്മൾ അടുത്ത കടലിലേക്ക് ഇറങ്ങാനുള്ള പ്രിപ്പറേഷൻ നടക്കുന്നു. ഇന്ന് കിങ് ഫിഷർ ബോട്ട് നമുക്ക് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഉടനെ ഇവിടുന്ന് പുറപ്പെടുന്നതായിരിക്കും. ഇന്ന് എന്ത് പിടിക്കുമെന്നുള്ളത് മീൻ കിട്ടിക്കഴിയുമ്പോൾ പറഞ്ഞുതരാം. സുപ്രഭാതം തെളിഞ്ഞു വരുന്നത്, ഉയർത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിരാവിലെ സ്പോട്ടിലോട്ട് പോകുമ്പോൾ റോഡിൽ കൂടെ എന്തോ ഒന്ന് ക്രോസ് ചെയ്ത് നമ്മൾ കിവിയാന്ന് കരുതിയിട്ടാണ് വണ്ടി നിർത്തി നേരെ നോക്കാൻ ചെയ്തത്. ഇവരുടെ കിവിയെ കാണാനുള്ള ഭാഗ്യം നമുക്കില്ല. ഇതിവിടെ പറയുന്നത് ഹെഡ്ജ് ഹോഗ് എന്നാണ്. ഇവിടുത്തെ ഒരു പെസ്റ്റാണ്. നമ്മുടെ ചെറിയ മുള്ളംപന്നിയുടെ കുഞ്ഞിൻ്റെ കൂട്ടുണ്ട്. ജോബിഷ് നേരത്തെ പറഞ്ഞതിലോട്ട് തന്നെ നമ്മൾ അതിരാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് 5 പേരുണ്ട്. നമ്മുടെ കിങ് ഫിഷർ ബോട്ടിൽ നമ്മളെല്ലാം സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ട് നമ്മൾ നേരെ പോവുകയാണ്. ഈ വട്ടം നമ്മൾ പോകുന്ന കൂട്ടത്തിൽ ടൂണയ്ക്ക് വേണ്ടി ഒന്ന് ട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബേറ്റ് ഫിഷിനെ പിടിക്കുക സ്ഥിരം പോലെ തന്നെ. അതിനുശേഷം കിങ് ഫിഷിനും സ്നാപ്പറിനും വേണ്ടി അടുത്ത ഘട്ടമായിട്ട് അയ്യോ ആൽബിൻ എങ്ങനെയുണ്ട്? അതിനെ അരിഞ്ഞ് വർക്കിങ് എടുത്തോ. ഒന്ന് കുടഞ്ഞു നോക്കാം. പിടിക്കാൻ തോന്നുന്നില്ല. നമ്മളൊന്നും ലൈബ്രറിയിൽ പോയില്ല. രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്നും കൊത്താൻ സമ്മതിക്കില്ല. അതിന് വെയിറ്റുണ്ടോ? വെയിറ്റുണ്ടോ അതിന്? അത് അതിന് ഊരി പോയതാ. അത് ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് ചെയ്ത് വിടണം കേട്ടോ. അതൊന്ന് നോക്കണേ. ഇതിന് എന്തെല്ലാം സമയം ചെയ്യണം. മീൻ പിടിക്കാൻ പോകാൻ സമയമില്ല. അത് കുടഞ്ഞിട്ടോ ജീവനെ അതിനകത്തോട്ടങ്ങ് കൈ കൊണ്ട് ഒറ്റ കുട അല്ല. എനിക്ക് ഇതുവരെ എങ്ങനെ ഫിഷ് ആയിട്ടില്ല. ഇത് നമ്മൾ ഈ സാധനം പിടിക്കാൻ പോകണം. ഇതിനെ മാത്രം പിടിക്കാൻ വേണ്ടി Tijo catching some liveys. Oh, nice. What are you catching, Tijo? Livey. Oh, nice. ഇടും 1.5 മണിക്കൂർ കഴിഞ്ഞ് ഒരെണ്ണം കൊത്തിയോ. നമ്മുടെ ആദ്യത്തെ മിഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ലൈവേറ്റിനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഉൾക്കടലിലോട്ട് പോവാണ്. അവിടെ പോയിട്ട് ട്യൂണയ്ക്ക് വേണ്ടി ട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ 4-5 റോഡ് ട്രോൾ ചെയ്യുന്നുണ്ട്. പല കളറിലുള്ള ഇത്ര വലിയ ലൂറുകളാണ് നമ്മൾ ട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു അടിക്കും. പക്ഷേ നമുക്ക് ഈ വട്ടം ഭാഗ്യമില്ലാതായിരുന്നു. സ്കിപ്പർ നമുക്ക് ഡെമോ കാണിച്ചു തരുന്നുണ്ട്. മീൻ അടിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇതിനെ വലിച്ചു കയറ്റേണ്ടതെന്ന്. ഒരു ബാക്ക് സപ്പോർട്ടും ഗിംബലും എങ്ങനെയാണിത് അരക്കി കെട്ടുന്നത്, അത് കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ റോഡ് എങ്ങനെയാണ് ഇതേ വെക്കുന്നത്, എങ്ങനെ കറക്കണം, ഇതിനെ പറ്റിയൊക്കെ വിശദീകരിച്ച് നമുക്ക് ക്ലാസ് എടുക്കണം. He's his fish the least because he's too busy watching all of this. Everybody else will show him the footage and tell him all about it later. അങ്ങനെ 1.5 മണിക്കൂറത്തെ ട്രോളിങ്ങിന് ശേഷം ഒന്നും നമുക്കങ്ങനെ അടിച്ചില്ല. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് കോട്ടയം നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൊബൈലിൽ നിന്ന് പ്ലേ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് വീണ്ടും കുറേ നേരം ട്രോൾ ചെയ്യുകയാണ്.
അങ്ങനെ മൊബൈലിലെ ഡേറ്റ എല്ലാം തീർന്നതല്ലാതെ മീനൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല. വീണ്ടും ആകാംക്ഷയുടെ മുൾമുനയിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പാട്ടുപാടി ഡാൻസ് ചെയ്ത് അങ്ങനെ രണ്ടുപേരും ഉറക്കമായി. വീണ്ടും ഞങ്ങൾ കുറേ നേരം കൂടെ ട്രോൾ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നേരെ കിങ് ഫിഷും സ്നാപ്പറും ഒക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനടിയിലെല്ലാം മീനുണ്ട്. ഇവിടെ സർഫസിൽ ഒരു മീൻ കാണുമോ? ബ്ലൂ മാമോ ജോവിഷും കൊച്ചു പിള്ളേർ മീനെ കാണുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു ലൈബ്രറി ഇടുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കിങ് ഫിഷിന് വേണ്ടി. അപ്പം കുറേ നേരമായിട്ട് ലൈബ്രറി നേരിട്ട് ഒരു ബൈറ്റ് പോലും ഇല്ല. അപ്പം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് ബെയ്റ്റ് ഇട്ടുകൊണ്ട് ട്രൈ ചെയ്യുവാണ്. ആ സമയത്ത് നല്ലൊരു ബൈറ്റ് കിട്ടി. മേടി വന്ന സമയത്ത് ഒരു ചെറിയ സ്നാപ്പറാണ്. അവിടെ കറക്റ്റ് വെയില. ഓ കാര്യമില്ല. താഴോട്ടെ മൈൻഡ് ചെയ്തോ. ആ ഇവാ കുറച്ചു നേരം ആയല്ലോ കറക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ എത്തിയില്ലേ? ഓ റിയലി? Yeah, the tail. I thought it was on the surface just before. You gotta keep it കിങ്ങിയെ പിടിച്ചില്ലെന്ന് പറയാലോ. You can't keep it. But it's little and it tastes good. There you go. It's gotta be 79 centimeters. 75. 35. Please. Small kind. Good sign though. Good sign. Yeah, I'm Well, hoping. hey, ഫോട്ടോ എടുക്കണോ? like I said, now. do you want a picture with it? No. Yeah. Right, you know? Same. Like I said, like that could have been that mark, and that mark was. സ്മോൾ വൺ. It's crazy how there's just that many of them there. Go away. അവസാനം എടുത്തു. ഫോട്ടോ എടുക്കണം. ഫോട്ടോ ഒരു മിനിറ്റ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ മീൻപിടുത്തം നിർത്തി നേരെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കിപ്പറിൻ്റെ ഫ്രണ്ടാണ് അപ്പുറത്തെ ബോട്ടയിൽ. പുള്ളിക്കാരനുമായിട്ട് ഒരു റേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കൂടുതലും കിട്ടിയത് സ്നാപ്പറിനെയും മാക്കറിലും ഒക്കെയാണ്. ഇത് നേരെ നമ്മൾ അതിനെയും കൊണ്ട് തിരിച്ചു പോവുകയാണ്. പ്രൊപ്പല്ലർ, ആ പേരാണ് ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നത്. നമ്മളിതിനെ കൊണ്ട് നേരെ റിജോയുടെ വീട്ടിൽ ചെന്നു. മീനെയെല്ലാം അവിടെ തന്നെ വെച്ച് ക്ലീൻ ചെയ്ത് ഫില്ലറ്റ് ആക്കുന്നതിൻ്റെയൊക്കെ നമ്മൾ ഫില്ലറ്റാക്കി ഇവിടുന്ന് തന്നെ നല്ല ചൂടോടെ ഫ്രൈ ചെയ്ത് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോ കാണുന്നതിന് വരെ വണക്കം.